ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു ക്രാഫ്റ്റ് ചെയ്താലോ. ഇത് പച്ച ഈർക്കിലി തെർമോക്കോൾ പിത്ത് കണ്ടോ, തെർമോക്കോൾ പിത്ത് കിട്ടത്തില്ലേ ഇത്. പിന്നെ ഒരു മെഴുകുതിരി കത്തിച്ച് വേണം, പിന്നെ കുറച്ച് ഫെവിക്കോൾ വേണം, പിന്നെ ഇതുപോലത്തെ ഒരു പോയ പൈപ്പില്ലേ, ഈ പൈപ്പ് വെച്ചാണ് ചൂടാക്കി വളച്ചെടുക്കുന്നത്. നമുക്കത് ആദ്യം ചെയ്യാം. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വളയ്ക്കണം. ഇങ്ങനെ ഇപ്പം തന്നെ വളയുന്നുണ്ട് കണ്ടോ. തിരിയെ ഇതിങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ തീക്ക വെച്ച് ഇങ്ങനെ ഈർക്കിലി കത്തിപ്പോകല്ലേ, ഇങ്ങനെ ചൂടാക്കണം. അപ്പോൾ ഇങ്ങനെ ഷേപ്പിൽ കിട്ടും. കണ്ടോ, നേരെ ഇത് ഈർക്കിലിയൊക്കെ കണ്ടോ. ഇത് എന്നിട്ട് ഇത് ഞാൻ നേരത്തെ ഇങ്ങനെ ചൂടാക്കി വളച്ച് വെച്ചാണേ. അതെല്ലാം നമുക്ക് പെയിൻറ്റ് ചെയ്യണം കേട്ടോ. പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്തേ. പെയിൻറ്റ് ചെയ്തു കേട്ടോ. ഇതേണ്ടതല്ല ഇപ്പം നെരിഞ്ഞ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാക്കി വയ്ക്കാം. പിന്നെ ഇത് കണ്ടോ, ഇതിങ്ങനെ പെയിൻറ്റ് ചെയ്ത് വളച്ചിട്ട് ഞാൻ ഇതെല്ലാം ഫെവിക്കോൾ തേച്ചിട്ട് തെർമോക്കോൾ പിത്താൽ നമുക്കിങ്ങനെ തലോട്ട് ഇങ്ങനെ വെച്ചു. ഇനി കുറേ ഇതേ കൂടെ ഈ പിത്ത് ഉപയോഗിക്കട്ടെ കേട്ടോ. തെർമോക്കോളിൻ്റെ ബോളാണ് കുഞ്ഞിത്, മുത്തുപോലിരിക്കുന്നത്. കടയിൽ പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും. അല്ല കുഞ്ഞു പൂവ് ഉണ്ടാക്കി നമുക്കിതേ വയ്ക്കാം, നല്ല രസമായിരിക്കും. ഇപ്പം ചെയ്ത് കാണിക്കാവേ. ഉണ്ടോ, ഇതിനോട്ടിങ്ങനെ ഇവിടെയൊക്കെ ഫെവിക്കോൾ തേക്കുവാണേ. എന്നിട്ടിങ്ങനെ ഒരു കവറിലോട്ട് നമ്മൾ മുത്തിടണം. ഇതിങ്ങനെ വയ്ക്കണം. പിന്നെ ഫെവിക്കോൾ ഇല്ലാത്തതൊക്കെ തേച്ച് കൊടുക്കണം. ശരിയല്ലേ. ഈ കൊള്ളുകയല്ലാത്ത ബ്രഷില്ലേ, ഇതുപോലത്തെ പല്ല് തേക്കുന്ന ബ്രഷ് പോയതാണെങ്കിൽ അതുകൊണ്ടൊക്കെ തേക്കാം. ഈ പെയിൻറ്റ് ചെയ്യിക്കുന്ന ബ്രഷ് ഇല്ലെങ്കിൽ കുഞ്ഞു ബ്രഷ് വേണ്ടേ, അതില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ തേക്കാം. അങ്ങനെയുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യണം ഇങ്ങനെ, അത് ഇങ്ങനെ ചെയ്യണം കേട്ടോ. രസമില്ലേ. കണ്ടോ, രസമില്ലേ. ഇന്നത്തെ ക്രാഫ്റ്റ് കൊള്ളാമോ. പച്ച ഈർക്കിലി ഇങ്ങനെ ഒരു പൈപ്പ് വെച്ച് വളച്ചതാണേ കേട്ടോ. എല്ലാവരും വീട്ടിലൊന്നും ഇത് ചെയ്യണം. നമുക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയൊക്കെ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതല്ലേ. സിമ്പിൾ ഒരെണ്ണമാണേ.